ഇക്ക ഞങ്ങള് കുതിരശക്തിക്കുള്ള സാധനം കൊടുത്തിട്ട് പറഞ്ഞു. കുതിരശക്തിന്റെ സാധനം ഒന്നല്ല 10 കുതിരശക്തി വരെ കിട്ടുന്ന ശക്തി കിട്ടുന്ന സാധനമാണ് ഇതെന്താ സംഭവം? സ്റ്റാമിന ഹണി. സ്റ്റാമിന ഹണി. ഇതിൽ എന്തൊക്കെയുള്ളത്? ഇതില് നായ്ക്കൊരന പരിപ്പ്, അശ്വഗന്ധം, സഫേദ് മുസ്ലി, കന്മദം, ശിലാജിത്ത് എന്ന് പറയും. ശിലാജിത്ത്. പിന്നെ ശതാവരി, ഗ്രാമ്പു, കുങ്കുമം, സ്വർണഭസ്മം, പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട്. മുരിങ്ങാക്കായിന്റെ കുരു അതുവരെ. പിന്നെ ഒരുപാട് ഉത്തേജനപരമായിട്ടുള്ള കാര്യങ്ങൾ, ക്ഷീണം, അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യരുമ്പിന് വരെ നമുക്ക് ശക്തി കിട്ടുന്ന സാധനമാണ്. പൂളക്കൊള്ളി മൈര് ഉണ്ടാവും. ആദ്യ ഞരമ്പുകൾക്ക് ജീവൻ വെക്കും. ക്ഷീണം, വേദനകള്, നമ്മളെ എന്താ പറയുക, ലൈംഗികമായിട്ടുള്ള എല്ലാ കാര്യത്തിനും അത്യുത്തമാണ്. ഇത് റേറ്റ് ചെറിയ കായുള്ളൂ, 1400 റുപ്യ ഉള്ളൂ. 1400. ഇത് നല്ല ചൂടുള്ള പാല് കഴിക്കുക രാത്രി. ഇല്ല അതിനു മുമ്പ് രാത്രി ഭക്ഷണത്തിന് ശേഷം 1 സ്പൂണ്, രാവിലെ 1 സ്പൂൺ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു നല്ല ചൂട് ഗ്ലാസ്, 1 ഗ്ലാസ് പാല്. തളർന്ന് കിടക്കുന്നവര് എണീറ്റ് ഓടും. മണ്ടി കഴിച്ചിലാവും. പിന്നെ വേറെ എന്തൊക്കെ കൊടുക്കുന്നുള്ളത്? വേറെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്, നാച്ചുറൽ പ്രോഡക്റ്റുകളുണ്ട്. മറയൂർ ശർക്കര എങ്ങനെ വില? മറയൂർ ശർക്കര 140 രൂപ. 140 രൂപ. പിന്നെ വേറെ കിലോ. പിന്നെ ധാന്യക്കൂട്ടുണ്ട്. ധാന്യക്കൂട്ട് ഇതെങ്ങനെ റേറ്റ്? ഇത് 150 രൂപ. പിന്നെ മില്ലറ്റുകൾ ഉണ്ടല്ലോ അല്ലെ? മില്ലറ്റുകൾ, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, കമ്പറവ ഇതെങ്ങനെ റേറ്റ്? ഇത് 50 രൂപ. 50 രൂപ. പിന്നെ ഇത് നവരരി. ഇത് നവരരി അങ്ങനെ ഇത് 50 രൂപ. 1 കിലോ. പിന്നെ അത് ബ്ലാക്ക് റൈസ്. ഇത് ബ്രൗൺ റൈസ്. ഇത് ബ്ലാക്ക് റൈസ്. ബ്ലാക്ക് റൈസ് എന്താ റേറ്റ്? ബ്ലാക്ക് റൈസ് 150 രൂപ 1 കിലോ. പിന്നെ ചാമരി ഉണ്ട്. ചാമരി അങ്ങനെ റേറ്റ്? ചാമരി 120 1 കിലോ. 1 കിലോ 120 റുപ്യ. ഇത് നായ്ക്കൊരനപ്പൊടി. പിന്നെ അശ്വഗന്ധ ഉണ്ട്. ഇത് റോസ്. ശരിക്കും പറഞ്ഞ വെടിമരുന്നാണല്ലോ. വെടിമരുന്ന് ശാലയാണ്. നെട്ടിക്കൽ മരുന്ന് വരണ്ട്. നെട്ടിക്കൽ വരണ്ടില്ല. നെട്ടിക്കൽ വയനാടൻ ആദിവാസി കാട്ടുള്ളി. ഇത് പശു നെയ്യുണ്ട്, കൂവപ്പൊടി ഉണ്ട്. ഇപ്പൊ ഇതിലിപ്പോ ഇനിയിപ്പോ അടുത്ത് നെട്ടിക്കൽ എന്താ ഉള്ളത്? വേറെ അടുത്ത് നെട്ടിക്കാന് വേറെ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഉണർവ് കാവുണ്ട്. ക്ഷീണം മാറ്റാൻ ഉണർവ് കാവ. ഇതൊരു ഗ്ലാസ് കുടിച്ചാണ്ടല്ല ആള് പറന്ന് ഓടും. ഉറക്കം തൂങ്ങിയാലൊക്കെ കിടന്ന് പറക്കൂലേ? കരിഞ്ജീരകത്തിന്റെ ഓയിൽ ഉണ്ട്. കരിഞ്ജീരക ഓയിൽ ഉണ്ടല്ലേ? അതെങ്ങനെ റേറ്റ്? ഇത് 250. അത് ഒറിജിനൽ ആണ്. ഒറിജിനൽ ലാബ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതാണ്. ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടമാനം വരുന്നുണ്ടല്ലേ? ഇത് ഒറിജിനൽ നമ്മളെ ലാബ് ടെസ്റ്റ് കഴിഞ്ഞാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ സ്റ്റാമിന ഹണി ഇതും ലാബ് ടെസ്റ്റ് കഴിഞ്ഞ റിസൾട്ട് പറഞ്ഞ പ്രോഡക്റ്റിന്റെ ബുക്കും പേപ്പറുള്ള ഐറ്റാണ്. ബുക്കും പേപ്പറുള്ള ഐറ്റംസ് ആണ്. ലോക്കലല്ല. സംഭവം ചന്തയിലാണ് വിൽക്കുന്നതെങ്കിലും ഇത് ജനങ്ങളിലേക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നമ്മള് ജിക്ക് എന്ന് പറഞ്ഞേ ഇതിന്റെ കമ്പനീന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. 4 വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിനെ തന്നെ നമ്മളെ ഫാറ്റി ലിവറിനൊക്കെ ഉള്ള പുളിവണ്ടുണ്ട്. പുളിവണ്ട് നേരത്തെ നമ്മൾ ക്യാൻസർ കോശങ്ങളൊക്കെ തടയാൻ കഴിയും. നമ്മളെ ടെൻഷന്, വെയിറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന സാധനമാണ് പുളിവണ്ട്. അതെങ്ങനെ റേറ്റ്? ഇത് 150 രൂപ. ഇംഗ്ലീഷിൽ ഹിബിസ്കസ് സബ്ദാരിഫ എന്നാണ് പറയുന്നത്. ഗൾഫിലൊക്കെ പോയ ആളുകൾക്ക് അറിയാം. ഇത് പുളി എന്താ പറയാം, ടെൻഷൻ കുറയാനും കാര്യങ്ങളും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യും. പിന്നെ ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് കൺട്രോൾ ചെയ്യും. പിന്നെ അതെങ്ങനെ റേറ്റ്? ഇത് 150 റുപ്യ. പിന്നെ കുറെ ഐറ്റംസുകളുണ്ട്. ശക്തി, ഓർമ്മശക്തിക്ക് ഐറ്റംസ് എന്തൊക്കെയുള്ളത്? കുട്ടികൾ ഐറ്റംസ് ബ്രഹ്മിതൻ, ബുദ്ധിശക്തി, ഓർമ്മശക്തിക്ക്. പിന്നെ വേറെ മധുര തുളസി. അതൊരു ഐറ്റം തന്നെയാണല്ലോ അല്ലേ? ഇത് പഞ്ചസാര പകരം ഉപയോഗിക്കാം. പഞ്ചസാരക്ക് പകരം അല്ലേ? ഇത് നമ്മൾ ചായയിൽ ഇടാൻ പറ്റുമോ? ചായക്ക് ഇടാം. ചായക്ക്, കാപ്പിക്കൊക്കെ ഉപയോഗിക്കാം. അതിന്റെ പൊടി ഉണ്ട്. പൊടി എന്താ വില? പൊടി 190 രൂപ. എത്ര ഗ്രാമാ? ഇത് പിന്നെ 250 ഗ്രാം. ഇലയോ? ഇല ഇതല്ല, ഇത് 30 ഗ്രാമുള്ളൂ കേട്ടോ. ഇല 110 രൂപ. എത്ര ഗ്രാമാ? അത് കുറച്ച് ഗ്രാമുള്ളൂ. 1 മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് 50 ഗ്രാം. 50 ഗ്രാം വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ വേറെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട്. ഒലീവ് ഉണ്ട്, സൈത്തൂൻ. ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ഹെൽത്തി സാധനങ്ങൾ മാത്രമേ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാറുള്ളൂ. പിന്നെ ഇതിന്റെ ലൊക്കേഷൻ എവിടെ കറക്റ്റ് വരുന്നത്? ലൊക്കേഷൻ കൽപ്പകഞ്ചേരി, മേലങ്ങാടി, പള്ളിക്ക് തൊട്ടടുത്ത്. എത്ര മണിക്ക് ഞങ്ങൾ കച്ചവടം തുടങ്ങാം? രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ഇവിടെ ഉണ്ടാവും. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ഉണ്ടാവും. കറക്റ്റ് ലൊക്കേഷൻ വരുമ്പോൾ പുത്തനത്താണിന്ന് തിരൂര് പോകുമ്പോൾ കൽപ്പകഞ്ചേരി പള്ളിയുടെ പുറകിലാണ്. എല്ലാ ചൊവ്വാഴ്ച മേലങ്ങാടി.